ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിയുടെ തലക്ക് നല്ല അടി കിട്ടിയത് കണ്ട് വീട്ടിലെ എല്ലാവരും ആകെ പേടിച്ചിരിക്കുക. വർഷയാണെങ്കിൽ ആകെ ടെൻഷനിലായിരിക്കും. രേവതി ചേച്ചി വണ്ടി ഓടിക്കുമ്പോൾ ഇത്രയും ശ്രദ്ധയില്ലാതെയൊക്കെ പറ്റുമോ? ഈ തലക്ക് അടി കിട്ടുക എന്ന് വെച്ചാൽ ഇത്ര ചെറിയ കാര്യമല്ല, ഭയങ്കര റിസ്ക് ആണ് എന്ന് വർഷ പറയുമ്പോൾ ശ്രീകാന്തും ഒപ്പം കൂടുന്നുണ്ട്. ആ രേവതി ചേച്ചി MR സ്കാനിംഗ് ഒക്കെ എടുത്തോ എന്ന് അവൻ ചോദിക്കുമ്പോൾ സച്ചി ഉടനെ ഇടപെടുന്നുണ്ട്. അതൊക്കെ എടുത്തതാ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് സ്കാനിംഗ് റിപ്പോർട്ടൊക്കെ ക്ലിയർ ആണ്. സച്ചി മറുപടി നൽകി. രവീന്ദ്രനാണെങ്കിൽ മകളോട് സ്നേഹത്തോടെ പറയാണ്, എന്തായാലും മോള് നല്ലോണം വിശ്രമിക്ക്, കുറച്ചു ദിവസത്തേക്ക് പണിയൊന്നും ചെയ്യണ്ട. അന്നേരം ഒരു ഫോൺ കോൾ വന്നപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയി. ആ സമയത്ത് തന്നെ വർഷ രേവതിയോട് വാത്സല്യത്തോടു കൂടി തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാണ്. രേവതി ചേച്ചിക്ക് നല്ല വേദനയുണ്ടോ, സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നോ എന്നൊക്കെ ചോദിച്ച് സ്നേഹത്തോടെ നിൽക്കുമ്പോഴാണ് ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. രവീന്ദ്രൻ അത് കണ്ട് ഹാ വാ ചന്ദ്രയെന്ന് വിളിക്കും. കാരണം ചന്ദ്രയുടെ മുന്നിൽ ഇവർ തമ്മിൽ ഇപ്പോഴും വഴക്കാണല്ലോ. എന്നാൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് മറ്റൊന്നാണ്. വീട്ടിലെ പണിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അഭിനയിക്കുന്നതാണെന്നും വർഷ പെട്ടെന്നങ്ങ് ഒരു കൊട്ടുകൊടുത്തു. ഇത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം. പിന്നെ എനിക്ക് ഈ കള്ളം പറഞ്ഞ് നടക്കുന്ന പണിയൊന്നുമല്ല. എന്റെ കാര്യത്തിൽ ഇടപെടാൻ വർഷ എന്തിനാ നോക്കുന്നത്? അപകടം പറ്റി നിൽക്കുന്ന ഒരാളോട് ഇങ്ങനെയാണ് പറയേണ്ടത്. രേവതി ചൂടാകുന്നത് പോലെ സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായി. വർഷ വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ഒരു അപകടം പറ്റിയതാണോ, അതോ ഇതിപ്പോ നിങ്ങളുടെ ആക്ടിംഗ് ആണോ എന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി അത് സപ്പോർട്ട് കൊടുത്തു. അതെ, വർഷ പറഞ്ഞത് ശരിയാണ്. ഈ വീട്ടിലെ പലർക്കും നല്ല അവാർഡ് കിട്ടുന്ന പോലെ തന്നെ അഭിനയിക്കാനൊക്കെ നന്നായിട്ട് അറിയാമെന്ന് ചന്ദ്രമതി രേവതിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സച്ചി അന്നേരം മറുപടി കൊടുക്കുന്നുണ്ട്. കേട്ടില്ലേ രേവതി, അമ്മ നിന്നെ വലിയ നടി എന്നൊക്കെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്. വലിയ വലിയ ഓസ്കാർ ജേതാക്കൾ നിന്നെ അഭിനന്ദിക്കുന്നത് നിനക്ക് കിട്ടിയ വലിയ അംഗീകാരമായി കാണണമെന്ന് സച്ചി ചന്ദ്രമതിയെ തിരിച്ചു കളിയാക്കി. ചന്ദ്രമതിക്ക് ഇത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എന്താ ഞാൻ അഭിനയിക്കുകയാണെന്നാണ് പറയുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, ജീവിതം ഒരു അഭിനയമല്ലേ അമ്മേ, നമ്മളെല്ലാവരും അതിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയല്ലേ, സച്ചി തമാശ രൂപേണ പറഞ്ഞു. അതേ സമയത്തായിരിക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയുടെ തലയിലെ കെട്ട് കണ്ടിട്ട് ഇതെന്തു പറ്റിയെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വീണ്ടും കഥ തുടങ്ങാൻ നോക്കി. എന്റെ ശ്രീകാന്തെ, ആ കഥ പറഞ്ഞ് മടുപ്പിക്കല്ലേ, ആകെ കൺഫ്യൂഷൻ ആവുമെന്ന് വർഷ അവനെ തടഞ്ഞു. ശ്രുതി പിന്നീട് ചന്ദ്രമതിയെ സോപ്പിടാൻ നോക്കാണ്. അമ്പലത്തിലെ പ്രസാദവുമായി വന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ആന്റി ഞാനിത് അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നും സ്വാമിമാരെ കണ്ടു. അദ്ദേഹം ഈ വീട്ടിലുള്ളവരുടെയൊക്കെ ഭാവി നോക്കി. ആന്റിക്ക് ഇനി വരാനിരിക്കുന്നത് വച്ചടി വച്ചടി കയറ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട ചന്ദ്രമതിക്കാകെ സന്തോഷമായിരുന്നു. പക്ഷേ ശ്രുതി രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് സ്വരം മാറ്റി. രേവതിയുടെ കാര്യം പറഞ്ഞപ്പോൾ സ്വാമിമാര് പറഞ്ഞത് നിനക്കിനി അങ്ങോട്ടേക്ക് കഷ്ടകാലം എന്നാണ്. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ നിന്റെ തലയിലെ ഈ ഒരു കെട്ട് കണ്ടപ്പോൾ എനിക്കത് സത്യമാണെന്ന് തോന്നി തുടങ്ങി. ഇത് കേട്ട് രേവതി ആകെ സങ്കടത്തിലും ടെൻഷനിലുമായിരുന്നു. സച്ചി അപ്പോൾ തന്നെ ശ്രുതിക്ക് മറുപടി നൽകുന്നുണ്ട്. ഓ, ഒരാളെ കാണാതെ തന്നെ ഭാവി പറയുന്ന സ്വാമിമാരോ? പാർലറെട്ടത്തിയുള്ള വീട്ടിൽ മറ്റൊരു മരുമോൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റില്ല എന്ന് ആ സ്വാമിമാർക്ക് അറിയാമായിരിക്കും, സച്ചി പറഞ്ഞു. ശ്രുതിക്ക് ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവൾ തന്റെ പദ്ധതിയിൽ തന്നെ ഉറച്ചു നിന്നു. രേവതിയുടെ അനിയൻ ശരത്ത് ചന്ദ്രമതിയുടെ പണം മോഷ്ടിച്ച വിവരം രഹസ്യമായി വെച്ചിരിക്കുന്ന ശ്രുതി അത് ഉപയോഗിച്ച് രേവതിയെ മാനസികമായി തന്നെ തളർത്താൻ നോക്കുന്നുണ്ട്. സച്ചി രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. രേവതി, നീ ഇതൊന്നും വിശ്വസിക്കേണ്ട, നിന്റെ നല്ല മനസ്സിന് ഒന്നും സംഭവിക്കില്ല. ചന്ദ്രമതി തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ രേവതി ഇപ്പോഴും ആ സ്വാമിമാർ പറഞ്ഞതിനെ പറ്റി തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. അനാവശ്യമായി ചിന്തിച്ച് തലവേദന ഉണ്ടാക്കരുത് എന്ന് സച്ചി അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് പാതിരാത്രിയിൽ ശ്രീകാന്തിനെ പ്രിയ മാഡം വിളിക്കുന്നതാണ്. ഉറക്കം പോയ ദേഷ്യത്തിൽ വർഷ അവനെ ഹാളിലേക്ക് ഓടിച്ചു. ഹാളിൽ സച്ചിയും രേവതിയും ഉറങ്ങുന്നുണ്ട്. അവിടെ ഇരുന്ന് ശ്രീകാന്ത് ഉറക്കെ സംസാരിക്കുമ്പോൾ സച്ചി അങ്ങ് ചൂടാവും. ഇതിനിടയിൽ വെള്ളം കുടിക്കാമെന്ന ശ്രുതിയും അവനെ കളിയാക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രേവതി വീണ്ടും അടുക്കള പണിയിലേക്ക് ഇറങ്ങി. നിന്നോട് ഡോക്ടർ വിശ്രമിക്കാൻ പറഞ്ഞതല്ലേ എന്ന് സച്ചി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ, എനിക്ക് കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ടാ, പൂവ് കെട്ടിക്കെടുക്കാനും പോകണമെന്ന് രേവതി പറഞ്ഞു. ഹെൽമെറ്റ് വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അവൾ ജോലിക്ക് പോകുന്നത് സച്ചിക്ക് വിഷമമാണ്. രേവതിയുടെ സ്നേഹം കണ്ട് സച്ചി അവളെ കെട്ടിപ്പിടിച്ചു. എങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാം, നീ പുറകിലിരുന്നാ മതിയെന്ന് സച്ചി തീരുമാനിച്ചു. വർഷ ഇത് കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സച്ചിയും രേവതിയും കൂടി ബൈക്കിൽ പൂവ് കൊടുക്കാൻ പോയി. ശരത്തിനെ ചായക്കടയിൽ വെച്ച് കാണുന്ന ആന്റണി അവനെ അപമാനിക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും ശരത്ത് കൃത്യമായി തന്നെ മറുപടി കൊടുത്ത് അവിടെ നിന്നു പോയി. അവസാനം ആന്റണി സഹിക്കെട്ട് ശ്രുതിയെ വിളിച്ച് നവീന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. സച്ചിയുടെ ഫോൺ എത്രയും പെട്ടെന്ന് തന്നെ അടിച്ചു മാറ്റിയാൽ നവീന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ആന്റണി പറയുന്നുണ്ട്. എന്നാൽ തന്റെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ ഫോൺ എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കട്ടെ ശ്രുതിയുടെ മനസ്സിലെ. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്രുതി മെല്ലെ മുറിയിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് നടന്നു. സച്ചിയും രേവതിയും നല്ല ഉറക്കത്തിലായിരിക്കും. സച്ചി തന്റെ ഫോൺ തലയണയുടെ അരികിലാണ് വെച്ചിരിക്കുന്നത്.
ഹൃദയമിടിപ്പ് നിൽക്കുന്ന വേഗത്തിൽ ശ്രുതി സച്ചിയുടെ അടുത്തേക്ക് നീങ്ങി. ജനലിലൂടെ വീഴുന്ന നിലാവെളിച്ചത്തിൽ സച്ചിയുടെ മുഖം തെളിഞ്ഞു കാണാമായിരുന്നു. ശ്രുതി വിറക്കുന്ന കൈകളോടുകൂടെ തന്നെ മെല്ലെ ആ ഒരു ഫോണ് കയ്യിലേക്ക് എടുത്തു. പെട്ടെന്ന് സച്ചി ഒന്ന് തിരിഞ്ഞു കിടന്നപ്പോൾ അവൾ ശ്വാസം അടക്കി നിന്നു. ഭാഗ്യത്തിന് അവൻ ഉണർന്നില്ല. ഫോണുമായി തന്റെ മുറിയിലേക്ക് എത്തിയ ശ്രുതി ആന്റണി പറഞ്ഞ പ്രകാരം അതിലെ പ്രധാനപ്പെട്ട ഡാറ്റകളും നവീനെതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ തന്റെ ഫോണിലേക്ക് മാറ്റി. ഫോണുമായി തന്റെ മുറിയിലേക്ക് എത്തിയ ശ്രുതി ആന്റണി പറഞ്ഞത് പ്രകാരം തന്നെ ശരത്തുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രധാന ഡാറ്റകളും ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ സച്ചിയുടെ ഫോണിൽ നിന്നും തന്റെ ഫോണിലേക്ക് മാറ്റി. ശേഷം ആ ഫോൺ എടുത്തിട്ട് സച്ചിയുടെ അരികിലേക്ക് തന്നെ കൃത്യമായി കൊണ്ടുപോയി വെച്ചു. പിറ്റേന്ന് രാവിലെ സച്ചി ഉറക്കമുണർന്ന് ഫോൺ നോക്കിയപ്പോൾ അതിലെ ചില പ്രധാനപ്പെട്ട മെസ്സേജുകളും കോൾ ലോഗുകളും എല്ലാം ഡിലീറ്റ് ആയതായി അവൻ ശ്രദ്ധിച്ചു. രേവതിയുടെ അനിയനെ രക്ഷിക്കാൻ വേണ്ടി സച്ചി കരുതി വെച്ചിരുന്ന ചില രേഖകളും അപ്രത്യക്ഷമായിരുന്നു. സച്ചിക്ക് കാര്യം മനസ്സിലായി. ഈ വീട്ടിൽ ആരോ തനിക്കെതിരെ കളിക്കുന്നുണ്ട് എന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അവൻ എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു കൂട്ടി. എന്റെ ഫോണ് രാത്രി ആരോ തൊട്ടിട്ടുണ്ട്. ഇതിലെ തെളിവുകളെല്ലാം നശിപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയണം. സച്ചി ദേഷ്യപ്പെട്ട് ഗർജിച്ചു. ചന്ദ്രമതി പതിവ് പോലെ തന്നെ രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ നിന്നു. നിന്റെ കെട്ടിയവൾ നിന്റെ ഫോണിൽ നിന്ന് പണമോ മറ്റോ മോഷ്ടിക്കാൻ നോക്കിയതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്ന സമയത്തിന് സച്ചിയുടെ നിയന്ത്രണം വിട്ടു. ഇതൊന്നും രേവതിയല്ല, ഇതിനു പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് അവൻ പ്രഖ്യാപിച്ചു. ഇതേ സമയം ആന്റണിക്ക് ശ്രുതി വിവരങ്ങളെല്ലാം കൈമാറി കഴിഞ്ഞിരുന്നു. ആന്റണി തന്റെ ഗുണ്ടകളുമായി ശരത്തിനെ വീണ്ടും വളഞ്ഞു. നീ ചെയ്ത പ്രവൃത്തികളുടെ തെളിവുകളൊന്നും ഇപ്പൊ സച്ചിയുടെ ഫോണിലില്ല. നിന്നെ സഹായിക്കാൻ ഇനി ആരുമില്ല എന്ന് പറഞ്ഞ് ആന്റണി ശരത്തിനെ ക്രൂരമായി തന്നെ മർദ്ദിക്കാൻ തുടങ്ങി. എന്നാൽ ആന്റണി അറിയാതെ ഒരു കാര്യമുണ്ടായിരുന്നു. സച്ചി തന്റെ ഫോണിലെ ഡാറ്റകളെല്ലാം തന്നെ നേരത്തെ തന്നെ ഒരു ക്ലൗഡ് സ്റ്റോറേജിലേക്ക് ബാക്കപ്പ് ചെയ്തു വെച്ചിരുന്നു. ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും അത് പൂർണ്ണമായും നശിപ്പിക്കാൻ ശ്രുതിക്ക് കഴിയുമായിരുന്നില്ല. സച്ചി കൃത്യസമയത്ത് ശരത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ആന്റണിയുടെ ഗുണ്ടകളെ സച്ചി നേരിടുമ്പോൾ രേവതിയും അവിടെ എത്തിച്ചേർന്നു. രേവതി തന്റെ തലയിലെ പരിക്ക് പോലും മറന്നുകൊടുത്തിന് ശരത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. സച്ചി തന്റെ ഫോണിലെ ബാക്കപ്പ് ഫയലുകൾ പോലീസിന് കൈമാറി. ആന്റണിയും സംഘവും അങ്ങനെ നിയമത്തിന്റെ വലയിൽപ്പെട്ടു. വീട്ടിൽ തിരിച്ചെത്തിയ സച്ചി ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ എല്ലാവരുടെയും മുന്നിൽ അങ്ങ് തുറന്നു കാട്ടി. ചന്ദ്രമതിക്ക് തന്റെ പ്രിയപ്പെട്ട മരുമകളുടെ തനിനിറം മനസ്സിലാവുന്നതോടുകൂടി തന്നെ ചന്ദ്രമതിയും ശ്രുതിയും പിന്നെ രണ്ട് ചേരിയിലായിരിക്കും. രേവതിയും സച്ചിയും തമ്മിലുള്ള ആ ഒരു ബന്ധം പിന്നെ കൂടുതൽ ദൃഢമാവുന്നതോടുകൂടി തന്നെ ശ്രുതിയുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു പോകുന്നുണ്ട്. ആന്റണി പിന്നീട് അങ്ങനെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷമായിരിക്കട്ടെ ശ്രുതിനെ പൂട്ടുന്നത്. നവീന്റെ കാര്യം ഒരിക്കലും വീട്ടുകാരറിയരുതേ എന്നൊരു നിബന്ധനയോട് കൂടെ തന്നെയായിരിക്കും ശരത്തിന്റെ ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത്. പക്ഷേ ശ്രുതി കാരണമാണല്ലോ ആന്റണി പോലീസ് സ്റ്റേഷനിലേക്ക് പോവേണ്ടി വന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആന്റണി നല്ലൊരു മുട്ടം പണി തന്നെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി ആകെ പെട്ടുപോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.